ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ക്രാഫ്റ്റി വ്ളോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഷൂറാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PVCയുടെ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അരിഞ്ച് പൈപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരിഞ്ച് പൈപ്പിൻ്റെ ഓരോരോ മീറ്ററിലുള്ള 4 പീസ്, അതേപോലെ 20 സെൻറ്റിമീറ്ററിൽ 2, 4, 6, 8 പീസ് 20 സെൻറ്റിമീറ്ററിലുള്ള പൈപ്പ്, അതേപോലെ തന്നെ 15 സെൻറ്റിമീറ്ററിൽ 4 പീസ് പൈപ്പ്, അതേപോലെ തന്നെ വളരെ ചെറിയ ഒരു 3 സെൻറ്റിമീറ്ററിൽ 4 പീസ് പൈപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ അരിഞ്ച് ഫിറ്റിങ്സ് എടുത്തിരിക്കുന്നത് 8 T ആണ്, അതേപോലെ 8 എൽബോയും ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. വീഡിയോ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് ചെയ്യാൻ പോകുന്നില്ല. പെട്ടെന്ന് നമ്മൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഒരു സൈഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രെയിമാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് യൂസ് ചെയ്യുന്നത് 15 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത പീസുകളാണ്. ആ 4 പീസിൻ്റെയും സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, എൽബോ നല്ല രീതിയിൽ കുടുക്കി വെക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു നല്ല സർഫേസിൽ വെച്ച് കുടുക്കി കഴിഞ്ഞാൽ അത് നമുക്ക് നേരെ കിട്ടും എന്നുള്ളതാണ്. അതേപോലെ ഓരോരോ പീസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേബിളിൽ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ അത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് 4 പീസിലും നമ്മൾ 2 സൈഡിലും ഓരോരോ എൽബോ കുടുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം. ഇനി അജു നമ്മളടുത്ത കാലുണ്ടാക്കല്ലേ. അപ്പോൾ കാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 20 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസാണ് എടുക്കേണ്ടത്. അതിൻ്റെ ഒരു സൈഡിൽ T ഇതേപോലെ കൊടുക്കുക. ഒരു കാലുണ്ടാക്കുന്ന നമുക്ക് ഫുള്ളായിട്ട് പറഞ്ഞ് കാണാം. അതായത് അടുത്ത ഒരു ടീയും കൂടെ എടുക്കുക, അതും ഇതിൻ്റെ ഒരു സൈഡിൽ കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞ പോലെ നിലത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു നേരെ കിട്ടും എന്നുള്ളതാണ്. ഇനി നമുക്ക് 2 തട്ടായതുകൊണ്ട് ഒരു കാലും കൂടെ വേണം. ഈ പോർഷന് നമുക്ക് അടിയിലേക്കുള്ള ഒരു ഭാഗമാണ്. പിന്നെ മുകളിൽ വരുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചെറിയ പീസ് നമ്മൾ 3 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തിരിക്കുന്ന ചെറിയ പീസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, 4 കാലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ 4 കാല് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ സോക്കറ്റ് കയറിയത് ഫുള്ള് കയറാത്തതോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തത് നമ്മൾ ഈ ആദ്യം കുടുക്കി വെച്ച ഈ പോർഷൻ ഭാഗം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ടീയുടെ ഭാഗം മുകളിലോട്ട്, ഇതിൻ്റെ ഹോൾസ് മുകളിലോട്ട് വരണം. അതേപോലെ ഈ സൈഡും എന്ത് ചെയ്യുക, ഈ സൈഡും കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലുള്ള ഭാഗവും കണക്ട് ചെയ്യുക. നമ്മളൊരു ടേബിളിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കറക്റ്റ് നേർക്കായി കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫ്രെയിം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഫ്രെയിമും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ 2 ഫ്രെയിമും ഇവിടെ കുടുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ നേരത്തെ ഓരോരോ മീറ്ററിൽ കട്ട് ചെയ്തിരിക്കുന്ന പീസ് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഫസ്റ്റ് ഇവിടെ കണക്ട് ചെയ്യുക.
അതേപോലെ തന്നെ സെക്കൻഡ് രണ്ടാമത്തെ ഫ്രെയിമിൻ്റെ അവിടെ കണക്ട് ചെയ്യുക. അതേപോലെ 4 പീസ് പൈപ്പ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ഈ പൈപ്പിൻ്റെ സൈസ് 1 മീറ്റർ തന്നെ വേണമെന്നില്ല കേട്ടോ, നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ 1 മീറ്റർ കട്ട് ചെയ്ത് തന്നേ ഉള്ളൂ. ടേബിളിനെക്കാട്ടിലും നീളമുണ്ട്, അതങ്ങനെ വിട്ടു പോകുന്നത്. അപ്പോൾ നമ്മളെ കിഡിലൻ ഷൂ വെക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ വളരെ ചെറിയ ചിലവിൽ ഒരു അടിപൊളി സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്റ്റാൻഡിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പൈപ്പ് കൊടുത്തതുകൊണ്ട് നടുവിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് ചെറിയ കുട്ടികളുടെ ചപ്പലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ചെറിയ കാർഡ്ബോർഡ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ആവശ്യത്തിനുള്ള അളവിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. സാധാരണ യൂഷ്വലി നമ്മുടെ ഷൂറാക്ക് ഇതുപോലെ തന്നെ ആണ് ഉണ്ടാവാറുള്ളത്. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ കാർഡ്ബോർഡോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വാങ്ങിച്ച് വെച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.